ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട് നല്ല റിവ്യൂ ഉള്ള ഒരു മന്തി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഓൺ വീഡിയോ അല്ല കേട്ടോ, ഞാൻ ഒരു ഹിന്ദി ചാനൽ കണ്ട് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ എനിക്കും വീട്ടുകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. കുക്കറിലാണ് ഞാൻ ഈ മന്തി റെഡിയാക്കി എടുക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മന്തി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചിക്കന് നന്നായിട്ട് കഴുകി വെള്ളമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു മന്തിക്ക് സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് നല്ലത്. പക്ഷേ എനിക്കിവിടെ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധാരണ പോലെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മാഗി ക്യൂബ്സ് ആണ്. അപ്പോൾ 2 മാഗി ക്യൂബ്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും അറബിക് മസാല ചേർത്ത് കൊടുക്കാം. കബ്സ മസാലയോ മന്തി മസാല ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുന്നതാണ്. വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കൈ കൊണ്ട് തിരുമ്മി നല്ല പോലെ മിക്സാക്കി എടുക്കാം. ഈ ചിക്കനിലേക്ക് നമ്മുടെ മാഗി ക്യൂബ്സും പിന്നെ ഈ മസാല പൗഡറെല്ലാം നല്ലോണം യോജിക്കുന്നത് വരെ നമുക്കിത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്തെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തെടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ വെള്ളം തിളക്കാനായിട്ട് വെച്ചെടുത്തിട്ട് വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഡ്രൈ ലെമണും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് കൊടുത്ത് നമുക്ക് വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ മന്തി റെഡിയാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്, ബസ്മതി റൈസ്. ഇത് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഊറ്റിയെടുത്ത ശേഷം നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് ഒരു 3/4 ഭാഗം വെന്താൽ മതി. നമുക്ക് ഇത് കുക്കറിലൊന്ന് ദമ്മിടാനുള്ളതാണ്. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ദമ്മിടുന്ന സമയത്ത് വെന്ത് കുഴഞ്ഞു പോകും. 3/4 ഭാഗം വെന്ത ശേഷം നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം. ഇനി നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കന് മുകളിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് നല്ലോണം ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് റെഡ് ഫുഡ് കളറ് കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ഇതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് റൈസിന് ജസ്റ്റ് ഒരു ഭംഗി കാണാൻ വേണ്ടി മാത്രമാണ്. അതേപോലെ തന്നെ യെല്ലോ കളറും അതേപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി അതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഓപ്ഷനിലാണ്, ടേസ്റ്റ് വൈസ് ഒന്നുമല്ല. പിന്നെ ഞാനിവിടെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് പച്ചമുളക് നമ്മൾ ദമ്മ് വരുമ്പോൾ നമ്മൾ ചോറിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. പിന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മന്തിയിലൊന്നിച്ചിട്ട്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ ബൗള് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാനൊരു കഷ്ണം ചാർക്കോളും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചാർക്കോൾ പീസ് കത്തിച്ചിട്ട് വെച്ചെടുത്ത് ഓയിൽ ഒഴിച്ചെടുക്കാം. സ്മോക്കി സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുക്കർ മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുക്കറിലുള്ള ആവി ഫുള്ളായി പോകുന്നത് വരെ നമുക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം.
ഫുള്ളായി ആവി പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നല്ലൊരു സ്മെല്ലാണ് വരുന്നുള്ളത്. നമ്മൾ സാധാരണ ചെയ്യുന്ന മന്തി എങ്ങനെയാണോ അതേപോലെ തന്നെ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കനിലുള്ള മസാലയും ഈ ചോറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കന് അടിയിലാണെന്നുള്ളത്, അതുകൊണ്ട് ചിക്കൻ പൊടിയാതെ ശ്രദ്ധിച്ച് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കുക്കർ ചെറുതായതുകൊണ്ട് പിന്നെ ഈ മിക്സ് ആക്കി എടുക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറിനുണ്ട് തന്നെ നമുക്ക് ഈ മന്തി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആവും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.